എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ എന്നാണ് പോകുന്നത് സൊല്ലൻ്റ് 2 എന്നാലും ഇവിടെ 26ാമത്തെ എപ്പിസോഡാണ്. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ യുഹാവ ടെലിസ്കോപ്പിലൂടെ നോക്കി ഷോക്കായി. കാര്യം ചോദിക്കുമ്പോഴാണ് അവരുടെ ടീമിൽ 2 പേർക്കാണ് സോൾ കിങ് ലെവല്, അവിടെ ഗാർഡ്സിന്റെ ലെവലാണ് അവിടെ മാച്ചിനായിട്ട് വന്നവർക്ക് എന്ന പോലെ. ഇവരുടെ ടീംസിനാണെങ്കിൽ 43 ലെവലാണ് ടോപ്പ്, അത് യൂസ് ആൻഡ് ചെയ്യാണ്. അവർക്ക് ഇതുപോലെ വന്നാൽ ജയിക്കാൻ കഴിയുമോ എന്നൊരു ടെൻഷൻ. ബേബി അവർക്ക് കുറച്ച് മോട്ടിവേഷൻ കൊടുത്ത് മെയിൻ ഷ്രക്ക് വരുന്നത് വരെ നമുക്ക് മാനേജ് ചെയ്തേ മതിയാകും. എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ യൂസ് ആൻഡ് ചെയ്തപ്പോൾ അത് ചെയ്യാൻ പോവുകയാണോ. അതിന് ബേബി, യുഹാവോ മറ്റു കോർ സ്റ്റുഡൻസ് ഒക്കെ അടുത്ത മാച്ചിലിറങ്ങും. ഇപ്പോൾ എക്സ്പോസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്താണെന്ന് മനസ്സിലായില്ല അവരുടെ ഹിഡൻ ടെക്നിക്ക്, അത് എടുക്കാൻ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറഞ്ഞിട്ട് വിശദമാക്കി കൊടുക്കുന്നു. സംഭവമൊന്നുമില്ല, ബേബി യൂസ് ആൻഡ് സി സ്ട്രോങ്ങസ്റ്റ് അറ്റാക്കും ഡിഫൻസും ആണല്ലോ, ഇത് രണ്ടും കൂടി ചേർന്ന എന്ന് മാത്രം പറയുന്നു. അവരുടെ സ്ട്രെങ്ത് എങ്കിൽ ഒരു ഡൗക്കിങ്ങിനെ എതിർക്കാൻ കഴിയും, അതും അത്രയ്ക്ക് എഫേർട്ട് എടുക്കാതെ അവരുടെ 30-40% മാത്രം ഉപയോഗിച്ച് ഈ സ്ട്രെങ്തിൽ ഒരു 100% യൂസ് ചെയ്ത ഒരു എംബറർ ലെവലുള്ളവരെ പോലും അടിച്ചിടാൻ കഴിയുമെന്ന് സാരം. അവർക്കൊരു പ്രതീക്ഷയായി. അല്ല യുഹാവോ, ഞാൻ വാങ്ങിട്ടൊന്ന് ശൗശോ, നമ്മളത്ര സ്ട്രോങ് അല്ലല്ലോ, അതിൽ എന്നെ എന്തിനാടാ കൂട്ടുന്നേ എന്ന പോലെ വാങ്ങിട്ടൊന്ന്. അത് കെട്ടിച്ചിരി. അത് കഴിഞ്ഞ് റൂമിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് പോവാണ്. ഷൂയി സോൾ ഗൈഡിങ് മാസ്റ്ററിനെ പറ്റി ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. ടാർഗറ്റ് ഇല്ലാതെ കഴിഞ്ഞും കാരണമായത് ചീറ്റിങ്, എക്സ്പെൻസീവ്, ഫെമിലിയർ അല്ല, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്നൊക്കെ പറയുന്നത്. യുഹാവോ അതുള്ള ടീമാണെങ്കിൽ, നമ്മുടെ ടീമെങ്കിൽ യുഹാവോ വാങ്ങിട്ടൊന്ന് ശൗശോ അവരെ കവർ ചെയ്യാമായിരുന്നു. ഷൂയപ്പോൾ ഒരു സോൾ ഗൈഡിങ് ട്രൂ സോൾ മാസ്റ്റേഴ്സിനെ താഴ്ത്തും. എന്നാൽ ഈ കോമ്പറ്റീഷനിൽ സോൾ ഗൈഡിങ് മാസ്റ്ററും സോൾ മാസ്റ്ററും കൂടി മത്സരിക്കുന്നുണ്ട്. യൂസ് ആൻഡ് ഷേബിൾ ഒരു ട്രൂ സോൾ മാസ്റ്റർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൾട്ടിവേഷൻ അല്ലെ ഉപയോഗിക്കുന്നത്. സോൾ ഗൈഡിങ് ആണെങ്കിൽ അതൊരു ഒബ്ജക്റ്റ് അല്ലേ. ഷൂയി അതിന് അതാണ് ഷ്രക്കിൻ്റെ തന്നെ ഒരുപാട് പേര് ലീഡേഴ്സ് ഉൾപ്പെടെ ചിന്തിക്കുന്നത്. എന്നാൽ അന്ന് ഈവിൾ സോൾ മാസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരുപയോഗിച്ച സോൾ ഗൈഡിങ് അതിന് ഡിഫൻസ് ആയത്. സോൾ ഗൈഡിങ് ഉണ്ടായിരുന്നെങ്കിൽ അതിന് കായിട്ട് ബോംബ് അതിൻ്റെ ഡിഫൻസ് ചെയ്യാൻ ഒരു 6 ലെവലെങ്കിലും വേണം. അപ്പോൾ സീനിയർ ഹൗഷുവാൻ മരിക്കില്ലായിരുന്നു എന്നത് പറയിക്കണം. എങ്കിലും കൾട്ടിവേഷനെ വെച്ച് വീക്കല്ലേ എന്നതാണ് യൂസ് ആൻഡ് ഷീ. അവൻ എക്സ്പീരിയൻസ് ചെയ്തതിലൂടെ പറയുമ്പോൾ നിങ്ങൾ കൾട്ടിവേഷൻ ഫോക്കസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ സോൾ ഗൈഡിങ് കൂടി കൊണ്ടുപോയാൽ സ്ട്രോങ് ആകുമോ എന്നത് ഷൂയി തിരികെ ചോദിക്കുകയാണ്. 98 ലെവലിലുള്ള യുവാൻ എടുത്ത ഈ ലോകത്ത് അഹങ്കരിക്കുന്നില്ല. എന്നാൽ അവിടെയുള്ള 9 ലെവലിലുള്ള സോൾ ഗൈഡിങ് ഭീഷണിയാണ്. അതുപോലെ അവിടെ 10 ലെവൽ സോൾ ഗൈഡിങ് മാസ്റ്റേഴ്സും ഉണ്ട്. അത് കേട്ട് അവിടെ ഷോക്കായി പോയി. കാരണം 10 ലെവൽ സോൾ ഗൈഡിങ് മാസ്റ്റർക്ക് ഇമ്പോസിബിളായ ഒന്നാണ്. ഒരു സോൾ മാസ്റ്റർ സോൾ റിങ്ങിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ സോൾ ഗൈഡിങ് കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് ടൈം ബാക്കി കിട്ടും. അതുപോലെ കൾട്ടിവേഷൻ ബാക്കി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നാൽ ഇതൊന്ന് വാങ്ഡോങ്ങിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതുപോലെ അവരെ കൊണ്ടുപോകുന്നത് ഒരു ഓഡീഷൻ ഹൗസിലേക്കാണ്. എന്നാൽ വാങ്ഡോങ് ഞാൻ വരുന്നില്ല, എന്നെ നിർബന്ധിക്കണ്ട എന്ന് പറഞ്ഞ് പോകുന്നു. ഷോയി അപ്പോൾ അവളൊരു ഹിഡൻ ഫാമിലി ഉള്ളതാണ്. അവർ ഈ സോൾ ഗൈഡിങ്ങിനെ നിരസിക്കുന്നുണ്ടായിരിക്കും, അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട്. അവൾക്ക് മീൻസ് അവന് പറയുമ്പോൾ അവളുടെ ഫാമിലിനെ പറ്റി പറഞ്ഞിട്ടില്ലല്ലോ എന്ന പോലെ യുഹാവോ അവരെ അകത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇരിക്കുന്നു. ഓഡീഷനും തുടങ്ങി. ഇതൊക്കെ കുറച്ച് ലാഗ് അടിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറയാം. അവരോട് സംസാരിച്ചിട്ട് ആദ്യ സാധനം കാണിക്കുന്നു. അതെന്നത് ഒരു പാരലൈസ് പോലെ ആക്കുന്നതാണ്. ലെവൽ 3 സോൾ ഗൈഡിങ്, അതായത് 30 ലെവലിന് മുകളിൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നത്. അത് ഉപയോഗിച്ച് സോൾ കിങ് വരെ ഉള്ളവരെ 1 സെക്കൻഡ് പാരലൈസ് ആക്കാൻ കഴിയും. ആ 1 സെക്കൻഡ് കൊണ്ട് തന്നെ തോൽപ്പിക്കാൻ കഴിയും. അവർ ബിഡ് വയ്ക്കാൻ തുടങ്ങി. 1000-1500. ഷൂയി അപ്പോൾ തന്നെ 2500 ഗോൾഡ് കോയിൻ പറഞ്ഞു. വേറെ ആരും പിന്നെ വിളിച്ചില്ല. അത് വാങ്ങിച്ചു. ബേബി അവർക്കത് സ്യൂട്ടബിൾ അല്ല എന്ന് പറയുമ്പോൾ യുഹാവോ ശബ്ശോവിന് കൊടുക്കാനായിട്ട് പറയുകയാണ്. കാരണം അവളുടെ ലെവൽ ഇപ്പോൾ 29. ഉടനെ അടുത്ത ലെവലിലേക്ക് കയറും. എന്നാൽ അത് ലീഡർ തന്നെ വെക്കാനും സോൾ ഗൈഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് യുഹാവോ ആണല്ലോ, അതുകൊണ്ട് തന്നെ കൊടുക്കാനായിട്ട് പറയുന്നത്. ഷൂയും കൂടി പറയുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ പോകുന്നു. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് സാധനം, അതിൻ്റെ പേര് അല്പം ഫണ്ണിയാണ്. അത് ബോട്ടിൽ മിൽക്ക്. അതൊരു നിക് നെയിമാണ്. അതിൻ്റെ ഒറിജിനൽ നെയിം വേറെ എന്തോ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഉപയോഗം വീക്കായിരിക്കുന്നവരെ പോലും ഇതുപയോഗിച്ച് സ്ട്രെങ്ത് കൂട്ടാൻ കഴിയും. അതുപോലെ തന്നെ സോൾ പവറും കൂട്ടാൻ കഴിയും. അത് ലെവൽ എത്രയെന്നൊന്നുമില്ല, 6000 ഗോൾഡ് കോയിനാണ്. അത് വാങ്ങാൻ ഒരുപാട് പേര് ഷൂയി അത് വാങ്ങിച്ച്. അത് കഴിഞ്ഞ് അവസാന സാധനം, ഇതാണ് മോസ്റ്റ് റെയർ ആയത്. അത് യുഹാവോ ഡിറ്റക്ഷൻ ചെയ്യാൻ നോക്കി, എന്നാൽ അതിൻ്റെ എനർജി പോലുള്ളത് അതവന് ബ്ലോക്ക് വാങ്ങി. അതൊരു നൈഫാണ്. കായിട്ട് പറയാൻ തുടങ്ങി. അത് സോൾ കാർവിങ് നൈഫാണ്. പ്രോ സോൾ ഗൈഡിങ് മാസ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു സ്റ്റെപ്പ് അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത്. ആ ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്നത് കർവ് പാർട്ടാണ്. യുഹാവോ പോലും ആ ഷാർപ്പ്, ആ ഫീലിങ്സ്, ഇത്രയധികം സ്ട്രെങ്തോ എന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ എനർജി അവൻ്റെ കണ്ണിൽ തന്നെ ഫിലമെൻ്റ് അടിച്ചു എന്ന് പറയാം. കായിട്ട് പിന്നെ ബാക്കിയും പറയാൻ തുടങ്ങി. ആ കർവ് പാർട്ട് അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ അതിന് സ്പെഷ്യൽ കാർവിങ് നൈഫ് ആവശ്യമാണ്. അത് ഹൈ ലെവൽ വേണമെങ്കിൽ, അഥവാ 7, 8, 9 ലെവലൊക്കെ വേണമെങ്കിൽ അത്രയും ഹൈ ആയത് വേണം. ആ ഓഡിറ്ററിന് പറയുന്നുണ്ട് ഇത് കോണ്ടിനെന്റിലെ ടോപ്പ് 100-ലുള്ള നൈഫാണ്. ഷ്രക്ക് അക്കാഡമിയിലെ 2 പേർക്ക് മാത്രമാണ് ഇതുപോലെ നൈഫ് ഉള്ളത്. ഒന്ന് സോൾ ഗൈഡിങ്
ലീഡല്ല ഹെഡിനും പിന്നെ ഫാനുവിനും. അവരോട് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ ഇത് മുഴുവൻ കേട്ടിട്ട് വാങ്ങുന്നതാണ് നല്ലത്. ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഇത് 99ാമത്തെ സ്ഥാനത്താണുള്ളത്. എന്നാൽ ഇതിൻ്റെ ട്രൂ സ്ട്രെങ്ത് എന്നത് ടോപ്പ് 30-ലെങ്കിലും വരും. ഇതൊരു കർവ്ഡ് നൈഫാണ്. എന്നാൽ ഇതൊരു കഴ്സഡായ നൈഫ് കൂടിയാണ്. അതിനർത്ഥം ഈ നൈഫ് സ്വന്തം മാസ്റ്ററിനെ കൊന്നു എന്നാണ് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഇതുണ്ടാക്കിയത് 3000 വർഷങ്ങൾക്ക് മുൻപ് സൺമൂൺ എംപയറിലെ ഒരു 9th ലെവൽ സോൾ ഗൈഡിംഗ് മാസ്റ്ററാണ്. കൈമാറി വന്ന 37 പേര് പെട്ടെന്നൊരു സാഹചര്യത്തിൽ മരിച്ചു. ഇതിൽ ഈവൾ പവേഴ്സ് കൂടിയുണ്ട്. നെക്രോമൻസറബിൾ ഗോൾഡ് ഓഫ് ലൈഫ് എന്ന് മാത്രം പറയുകയാണ്. അതിന് മുൻപെന്നോ ഒരു സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അറിയാത്തവർക്ക് അടുത്ത എപ്പിസോഡ് തന്നെ അതെന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞ് അതിന് ബിഡ് വയ്ക്കേണ്ടത് 1,00,000 ഗോൾഡ് കോയിനാണ്. 5000 കൂട്ടി പറഞ്ഞു പോകണം. എന്നാൽ ആരും വാങ്ങുന്നില്ല. കഴ്സാണല്ലോ. പെട്ടെന്ന് യുഹാബോ അത് 1,00,000 തന്നെ വാങ്ങിച്ചു. എല്ലാവരും ഷോക്കായി പോയി. ആർക്കെങ്കിലും 5000 കൂട്ടി വിളിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും തന്നെ വാങ്ങുന്നില്ല. ബേബി ചോദിക്കുമ്പോൾ എനിക്ക് ആ കഴ്സ് മാറ്റാൻ കഴിയും എന്നത് നെക്രോമൻസർ പറഞ്ഞിട്ടാണ് എന്നത് മനസ്സിലാക്കാം. അവൻ്റെ കണ്ണ് അതിൽ മാറുന്നതും കാണാം. കാരണം യുഹാബയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ഈ കർവ്ഡ് നൈഫ്, അല്ലെങ്കിൽ നെക്രോമൻസർ പറയുന്നത് പോലെ ഗോൾഡ് ഓഫ് ലൈഫ്. അത് കഴിഞ്ഞ് റൂമിൽ വാങ്ഡോങ് എന്ത് ചെയ്യുകയാണ് എന്നറിയാനായിട്ട് പോകുന്ന മൂഡ് ഓഫ് ആയത് കണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അവൻ്റെ ഉള്ളിൽ എന്തൊരു ഫീലിങ്സ് പോലെ സോൾ ഗൈഡിങ്ങിനെ തടയുന്നത് ഉത്ബോധ മനസ്സിൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ താങ്ങാനാവാത്ത രീതിയിൽ പറയുകയാണ്. അപ്പോൾ യുഹാബയ്ക്ക് അവൻ്റെ ഉള്ളിൽ മറ്റൊരു സ്പിരിച്വൽ അതുണ്ട് എന്നത് മനസ്സിലായി. അവൻ സോൾവ് ആക്കാം. അവൻ്റെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്ന പറയുമ്പോൾ അവന് ഓക്കെ പറഞ്ഞു. പിന്നെ ചെയ്യാനായിട്ടും തുടങ്ങി. വാങ്ഡോങ്ങിൻ്റെ സ്പിരിച്വൽ വേൾഡിലേക്ക് പോവാണ്. പെട്ടെന്നാണ് എന്തോ കണ്ട് 3 പേരും നിൽക്കുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരാളുടെ രൂപം. അത് ടാങ്സിൻ്റെ പ്രതിബിംബമായിരുന്നു. യുഹാബോനെ ഇനി എക്സ്പോസ് ചെയ്യാൻ സമ്മതിക്കാതെ തടയുന്നത് പോലെ 2 പേര് യുഹാബോനോട് ഓടിപ്പോകാനായിട്ട് പറയുമ്പോൾ അപ്പോൾ തന്നെ വെള്ളത്തിൽ അവൻ വീണ് ട്രാപ്പായി. ടൈമിങ്ങും ബിംഗിങ്ങും കൂടി ഒരു പോർട്ടൽ സെറ്റ് ചെയ്ത് അവനെ സ്പിരിച്വൽ വേൾഡിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അതേപോലെ പിന്നും പോയി. അപ്പോഴാണ് അവൻ നേരിട്ട് ടാങ്സിനെ കണ്ട് ഷോക്കായി പോകുന്നത്. അവനെ അടിച്ച് തീർപ്പിച്ചു. ഇതൊക്കെ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിനെ വേറെ ക്ലിപ്പൊക്കെ കയറ്റിയിടും. ആ പറയാനായിട്ട് വന്നത് വാങ്ഡോങ്ങിന് എന്തൊക്കെയോ മാറ്റങ്ങൾ. അപ്പോഴാണ് മറ്റേ ഏതോ ഒരു സ്ഥലത്ത് കഴിഞ്ഞ സീസണിൽ സാക്രിഫൈസ് ചെയ്ത എർമിങ്ങും ഡാമിങ്ങും 2 പേരെയും കാണിക്കുന്നു. അവർ ഷൗഡോങ് എന്നാണ് വിളിക്കുന്നത്. ഷൗഡോങ്ങിനെ അവർക്ക് അറിയാം, സ്വാഭാവികം. ആ സീല് അത് ട്രിഗറായി എന്ന് പറഞ്ഞ ടെൻഷനാണ്. എനിക്കിപ്പോൾ തന്നെ ഷ്രെക്കിലേക്ക് പോകണം എന്ന് എർമിങ് പറയുമ്പോൾ എന്നാൽ ഡാമിങ് പേടിക്കണ്ട, അവനെല്ലാം കാണുന്നുണ്ട് എന്ന് ടാങ്സൺ ഉദ്ദേശിച്ച് പറയുന്നു. അതുമല്ല അവൾ ഷ്രെക്കിലല്ല എന്ന് എടുത്തു പറയുന്നു. നമുക്ക് ആൾറെഡി അറിയാമെങ്കിലും മറന്നതുപോലെ. അപ്പോൾ വാങ്ഡോങ് ഒരു പെണ്ണാണ്, അത് ശരിയാ. അതുമല്ല നമ്മുടെ കുറേ ഡിസിപ്ലിൻസിനെ അവളുടെ പ്രൊട്ടക്റ്റായിട്ട് നിർത്തണം എന്ന് പറയുവാണ്. അത് കുഴപ്പമില്ല. അതുമല്ല അവൾക്ക് വേണ്ടിയാണ് ഈ 1000 വർഷമായിട്ട് ഈ ഏൻഷ്യൻ്റ് സെറ്റ് തന്നെ, അതായത് ഹോത്തിയൻ സെറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഒരുപാട് മിസ്റ്റർ നിർത്തിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്താണെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, ബൈ.